ഇന്ത്യ സഖ്യത്തിന്, ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ആ മുന്നണിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന പോൾസ് തന്നെയാണ്. 7 ഘട്ടങ്ങൾ പൂർത്തിയായത് 6 മുതൽ വരുന്ന എക്സിറ്റ് പോളുകളിൽ 6 മുതൽ വരുന്ന ഈ സൂചനകളിൽ ഒന്നുപോലും ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഭരണത്തിനടുത്തെത്താൻ പോലും കഴിയുന്നില്ലെന്ന് മാത്രമല്ല BJP-ക്കോ NDA-ക്കോ ഏതെങ്കിലും തരത്തിൽ ഒരു നേരിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നില്ല. ഒരു സംസ്ഥാനങ്ങളും അവർക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ബീഹാറിലടക്കം UP-യിലോ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഒന്നുമടക്കം കാര്യമായി ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. NDA സഖ്യത്തിനാവട്ടെ നോർത്തിൽ അവരുടെ കൃത്യമായ സീറ്റുകൾ അവിടെ എന്ന് പറഞ്ഞാൽ 100-ൽ 100 എന്നുള്ള എല്ലാ സീറ്റുകളും നേടിയ സംസ്ഥാനങ്ങളിൽ ഒന്നുപോലും കുറയാതെ അവർക്ക് അതേപോലെ നിലനിർത്താൻ കഴിയുന്നു എന്ന് മാത്രം. മധ്യപ്രദേശിൽ ചിലപ്പോൾ കഴിഞ്ഞ നഷ്ടമായ ഒരു സീറ്റോട് അധികം പിടിച്ചേക്കാം എന്ന സൂചന വരുന്നു. അതോടൊപ്പം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വാധീനം വരുന്നു. അതുകൊണ്ട് കൂടുതൽ ആധികാരികമായി 3-ാം ഘട്ടത്തിൽ മോദി അധികാരത്തിലേക്ക് വരുന്നതാണ് ആക്ച്വൽ ഈ പോളിന്റെ സൂചന, അല്ലെങ്കിൽ ഈ സൂചനയുടെ ഇത് സത്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സംഭവിക്കുക. 295+ എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണി മല്ലികാർജ്ജുൻ ഖാർഗെ അവരുടെ യോഗത്തിന് ശേഷം പറഞ്ഞത്. അതിനടുത്തേക്ക് എത്തുന്ന ഒരു പോൾ പോലും പറയുന്നില്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ വരുന്നത് ഇനിയിപ്പോൾ ആക്സിസ് മൈൻഡഡ് സർവേയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പോളുകളും നാഷണൽ ഫിഗർ ആദ്യം തന്നെ പറഞ്ഞിട്ട് സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ സംസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ട് നാഷണൽ ഫിഗറിലേക്ക് പോകുന്നു. ആക്സിസ് ഇന്ത്യ 543-ൽ 241-ന്റെ ഫലസൂചന വരുമ്പോൾ NDA സഖ്യം 150 മുതൽ 169 വരെ, ഇന്ത്യ സഖ്യം 70 മുതൽ 89 വരെ, മറ്റുള്ളവർ 1 മുതൽ 5 വരെ. വിജയകുമാർ, ആക്സിസ് ഇന്ത്യയുടെ ആ സർവേയിൽ അവിടെ 70 മുതൽ 85 ആ റേഞ്ചിൽ ഇന്ത്യ സഖ്യം അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം തന്നെ 169ലേക്ക് NDA എനിക്ക് തോന്നുന്നു UP-യിലേക്കൊക്കെ കടന്നിട്ടുണ്ടാവണം. ഇതിൽ പകുതി ആയിട്ടില്ല, 241 ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് 169 എന്നത് ഒട്ടും കുറവല്ലാത്ത ഒരു കണക്കാണ്. എനിക്ക് തോന്നുന്നു അതും ഒരു 320+ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നോക്കാം നമുക്ക്. ഈ 379 അല്ല 372 352 പോലെയുള്ള ഒരു ഫിഗറിലേക്ക് ഇതിൽ രസകരമായ ഒരു കണക്ക്, അത് കേരളത്തെ സംബന്ധിച്ചുള്ളതാണ്. അത് CNN, റിപ്പബ്ലിക്, ഈ 2-3 ചാനലുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ LDF NDA വോട്ട് വ്യത്യാസം വെറും 2% എന്നതാണ് ആ കണക്കിന്റെ ഒരു അനാലിസിസ്. ചില ആളുകൾ ഈ നമ്മളെ കേരളത്തിൽ ചില സഫോളജിസ്റ്റുകളുണ്ട്, അവർ ചൂണ്ടിക്കാട്ടുന്നതാണ് അത് 2%. അപ്പോൾ NDA വോട്ട് ശതമാനം 25 കടക്കുമെന്ന് ചില സർവേകൾ പറയുന്നുണ്ട്. അത് പിന്നെ ആക്സിസ് ഇന്ത്യ പറയുന്നത് 27%. അങ്ങനെയാണെങ്കിൽ BJP 4-5 സീറ്റുകൾ നേടാം. അപ്പോൾ അതായത് NDA LDF വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5% വരെ എന്ന നിലയിലേക്ക് കേരളത്തിൽ കുറയുന്നു. എന്ന് വെച്ചാൽ വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ BJP ഏതാണ്ട് ഒരു 10%-ലധികം വോട്ടിന്റെ വർധന ഇവിടെ അധികമായി നേടുന്നു എന്നാണ്. അതിനോട് ചേർത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കണം. എന്റെ സുഹൃത്ത് മാധ്യമപ്രവർത്തകൻ അരുൺ ശങ്കറിന്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തപ്പോൾ April 30 അരുൺ ശങ്കർ. April 24 വോട്ടെടുപ്പിനോട് ഒരു വിഭാഗം എന്ന നിലയിൽ വോട്ടെടുപ്പിനോട് വിമുഖത കാട്ടിയത് യുവാക്കളാണ്. പുതിയ വോട്ടർമാർ കാര്യമായി വോട്ടെടുപ്പിനോട് താല്പര്യം കാണിച്ചില്ല. എന്തിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു അവരുടെ ചോദ്യം. ഒരു മുന്നണിക്കും നേതാക്കൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും ഉയരാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി ഇടതുപക്ഷ വോട്ടർമാരിൽ ഒരു വിഭാഗം ബോധപൂർവ്വം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സർക്കാരിനെയും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തനത്തിലും മനമെടുത്താണ് വോട്ടെടുപ്പ് എന്ന് തുടങ്ങിയ സുഹൃത്തായ മാധ്യമപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ത്രീ വോട്ടുകൾ ഒരുപക്ഷെ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകാമെന്ന സംശയം ആ മാധ്യമപ്രവർത്തകൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ജൂൺ 4 മാത്രമേ വ്യക്തമാവുള്ളൂ. എന്തായാലും ഇത് ഈ ആക്സിസ് ഇന്ത്യ പറയുന്ന കണക്കിൽ 27% എന്നൊക്കെ പറയുന്നത് 16%-ൽ നിന്ന് ഒരു മാസീവ് ഹൈക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കുറച്ച് അവിശ്വസനീയത അതിലുണ്ടെങ്കിൽ കൂടിയും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ LDF-ന് 0 സീറ്റുകളും NDA-ക്ക് 1 മുതൽ 4 വരെ സീറ്റൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പൊട്ടിത്തെറി ചർച്ചകൾ കാലാകാലങ്ങളിലേക്കുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിടലാകും ജൂൺ 4 റിസൾട്ട് എന്ന ഒരു തർക്കവുമില്ല. അതേസമയം ദേശീയ തലത്തിൽ NDA സഖ്യം വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവർ ഒരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്, അവർ ഒരിക്കൽ കൂടി റൈസിനാക്കുന്നിലേക്ക് നരേന്ദ്രമോദി 3-ാം ഊഴത്തിൽ വരുന്നു എന്നത് പ്രധാനമാണ്. പി ജെയിംസ് തുടരുന്നു. ജെയിംസ്, ഈ കേരളത്തിൽ ആക്സിസ് ഇന്ത്യ പറയുകയാണ് 27% എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇന്ത്യയുടെ ആ സൂചന പ്രകാരമാണെങ്കിൽ കേരളത്തിൽ LDF-ഉം അല്ലെങ്കിൽ CPM-ഉം LDF-ഉം NDA-യും തമ്മിലുള്ള വോട്ട് ശതമാനത്തിന്റെ ഡിഫറൻസ് കേവലം 2 മുതൽ 5% വരെയൊക്കെയാണ്. അവിശ്വസനീയമാണ് ജെയിംസ്, അവിശ്വസനീയമാണ്. അല്ല, ഇക്കാര്യത്തിൽ ഒരു കാര്യമുള്ളത് ഹാഷ്മി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-ാം സ്റ്റേജിൽ മുതൽ വലിയ രീതിയിൽ ഒരു വർഗീയ പരാമർശങ്ങൾ നടത്തി എന്നുള്ള തരത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നുള്ള പ്രചരണം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്തത് UDF-ന് അനുകൂലമായിട്ടാണെന്ന് കരുതേണ്ടി വരും. കാരണം UDF-ന് അനുകൂലമായിട്ടൊരു തരംഗമാണ് കാണിക്കുന്നത്. എപ്പോഴൊക്കെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്, അവർ ജയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും അത് പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിന് അനുകൂലമായിരുന്നു. പക്ഷേ ലോക്സഭയിൽ 2019-ലും ഇത്തവണത്തെ സൂചനകളനുസരിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം UDF-ന്
അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞ ചോദ്യത്തിൽ അങ്ങനെ വന്നാൽ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുകയും മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട് BJP സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ അസംഭവ്യമെന്ന് പറയുന്ന തരത്തിലേക്ക് എത്താം. എന്നാൽ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. CPM-നും ഇടതുപക്ഷത്തിനും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചോർന്നു പോകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വരാതിരിക്കട്ടെ. എന്തായാലും BJPക്ക് തൃശ്ശൂര് അതുപോലെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ 27% ഇന്ത്യ വോട്ട് കേരളത്തിൽ പ്രവചിക്കുകയാണ് ആക്സിസ് മൈ ഇന്ത്യ. അതിന്റെ അധികാരി അല്ലെങ്കിൽ അതിന്റെ സാരഥി പ്രദീപ് ഗുപ്ത 27% എന്നുള്ള വോട്ട് ഷെയറിൽ നിന്നാണ് 1 മുതൽ 4 വരെ എന്നതിലേക്ക് കണക്കിലേക്ക് അവരതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അത് പറഞ്ഞ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട കേരളത്തിന്റെ ഇതുവരെ വന്ന ഒരു പ്രധാനപ്പെട്ട കണക്കുകൾ നമുക്ക് ചുരുക്കത്തിലൊന്ന് പറയാം. അതായത് ഇന്ത്യ ടുഡേ അവിടെ UDF-ന് 15 മുതൽ 18 സീറ്റ് വരെ പറയുന്നു, LDF-ന് 2 മുതൽ 5 വരെ, NDA-ക്ക് 1 മുതൽ 3 വരെ. ഇന്ത്യ ടുഡേ മൈ ഇന്ത്യ ആക്സസ് അതാണ്. CNN ന്യൂസ് 18-ന്റെ UDF-ന് 15 മുതൽ 18 വരെ, LDF-ന് 2 മുതൽ 5 വരെ, NDA 1 മുതൽ 3 വരെ. അതേ സെയിം കണക്ക് തന്നെയാണ്. ടൈംസ് നൗവിലേക്ക് പോയാൽ അവിടെ UDF-ന് 14 മുതൽ 15 വരെ, LDF-ന് 4, NDA 1, ABP 17 മുതൽ 19 വരെയാണ് UDF-ന് പറയുന്നത്. LDF-ന് 1 സീറ്റും പറയുന്നില്ല, NDA-ക്കാണ് 3 സീറ്റ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കേരളവുമായി ബന്ധപ്പെട്ട് വന്ന കണക്കുകളുടെ ഒരു ആകെത്തുക. ഇതിലെ കൗതുകം എന്നത് BJPക്ക് എല്ലാവരും 1 സീറ്റ് മിനിമം പറയുന്നുണ്ട്, 3 സീറ്റ് വരെ മാക്സിമം പറയുന്നുണ്ട്. അപ്പോൾ ലോവർ പോയിന്റ് 1, അവരുടെ ഉയർന്ന പോയിന്റ് 3 എന്ന മട്ടിൽ അങ്ങനെ 3 സീറ്റ് വരെ BJPക്ക് പറയുന്നുണ്ട്. LDF-ന് പരമാവധി കിട്ടുക 5 സീറ്റാണ്. ചില സർവേകൾ 0യും പറയുന്നുണ്ട്. UDF-ന് ഏതാണ്ട് 19 സീറ്റ് വരെ കിട്ടാം എന്ന് പറയുന്നുണ്ട്, കുറഞ്ഞത് 14 പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ സാഹചര്യം. ഇനിയും ചില കണക്കുകൾ കൂടി വരാനുണ്ട്. ഇപ്പോൾ മൈ ഇന്ത്യ ആക്സസിന്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നിൽ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കിടക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ തവണ ഏതാണ്ട് 350-ലധികം സീറ്റ് എന്നത് അവർ മാത്രമാണ് NDA-ക്ക് പ്രവചിച്ചത്. അത് ഏറെക്കുറെ സംഭവിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് നമ്മൾ ആ കണക്കിനെ ഇങ്ങനെ ഒരു കൗതുകമുള്ള കണക്കായി പറയുന്നതെന്ന് മാത്രം. എന്തായാലും ഇത് ശാസ്ത്രീയമായുള്ള എന്ന് പറഞ്ഞാൽ യോഗേന്ദ്ര യാദവിനെ പോലെയോ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരോ നേരത്തെ സഫോളജിസ്റ്റ് ആയിരുന്നവരോ പറയുന്നത് പോലെ ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ ഗ്രാമങ്ങൾ കൂടി നടന്ന ആളുകളോട് കണ്ട് സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഇത് ഒരുപക്ഷെ ഈ പറയുന്ന അക്കാദമിക്കായി പറയുന്ന ഒരു സർവേയുടെ രീതിശാസ്ത്രങ്ങളോട് പോയി എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി വരുന്ന ആളുകളോട് ചോദിച്ച് രേഖപ്പെടുന്ന രീതിയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ശാസ്ത്രീയമായ ഒരു ഡേറ്റ എന്ന് ഉറപ്പായും പറയാം. അപ്പോൾ ഇത് എല്ലാ സർവേകളും ഏതാണ്ട് ഒരുപോലെ തന്നെ NDA-യുടെ ഒരു വലിയ മുന്നേറ്റം, ഒരു വലിയ വിജയം പ്രവചിക്കുകയാണ്. 372 പറയുന്ന സർവേ ഉണ്ട്, 392 പറയുന്ന ജൻ കി ബാത്തിന്റെ സർവേ ഉണ്ട്. ആക്സിസ് മൈൻ്റെ സർവേ മാത്രമാണ് അങ്ങോട്ടേക്ക്. എങ്കിൽ കൂടിയും ഇപ്പോൾ 543-ൽ 241 സൂചനകൾ വരുമ്പോൾ 150 മുതൽ 169 വരെ NDA സഖ്യം അവിടെ പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് 70 മുതൽ 89 ഉള്ളൂ. 169 ഇപ്പോൾ തന്നെ പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും 543-ലേക്ക് എത്തുമ്പോൾ അതും ഒരു 320-ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എന്നുള്ള ഒരു സിനേറിയോ ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എന്നുള്ള യാതൊരു വിധത്തെ സൂചനകളും ഒരു പോൾ പോലും നൽകുന്നില്ല. കാര്യം ഇപ്പോൾ ഞാൻ ജെയിംസ് ഇവിടെ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സർവേകൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ 1-2 ചെറിയ സർവേകളിലെങ്കിലും ദ അതർ കക്ഷിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിക്ക് ഏതെങ്കിലും ചാൻസ് പ്രവചിക്കുന്ന സർവേകൾ ഉണ്ടാവാറുണ്ട്. ഇത് ചെറുതും വലുതുമായ സർവേകൾ ഇപ്പോൾ ഡൈനാമിക്സ്, മാട്രിക്സ് പോലെയുള്ള സർവേകൾ വരുമ്പോൾ അല്ലെങ്കിൽ ആക്സിസുമായി ഇന്ത്യ ചാണക്യയുടെ കണക്ക് വന്നു തുടങ്ങി എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത് വരുമ്പോൾ ഒരൊറ്റ സർവേയിൽ പോലും ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നില്ലെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ തെറ്റുമോ? അങ്ങനെ തെറ്റ് ചരിത്രമുണ്ടെങ്കിൽ കൂടിയും എല്ലാത്തിനും ഒരുപോലെ തെറ്റുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇത് വ്യക്തമായി ജൂൺ 4-ന്റെ വോട്ടെടുപ്പിന്റെ കൃത്യമായ ഒരു സൂചനയായി തന്നെ കണക്കാക്കാമോ ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആകെ പറഞ്ഞത് 371 അല്ലെങ്കിൽ 350-ലേറെ എന്നുള്ള ഇത് ഒരുപക്ഷെ കണ്ടസ്റ്റ് ചെയ്യാം. കാരണം ദൈനിക് ഭാസ്കർ പോലെയുള്ള അവരുടെ റിസൾട്ടിൽ 281 മുതൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 350, 371 എന്ന് പറയുന്നത് ഒരു വലിയ തരംഗത്തിൻ്റെ സൂചനകളാണ്. ആ തരംഗത്തിൻ്റെ സൂചന വടക്കേന്ത്യയിൽ പോലും കാണുന്നില്ല എന്ന് പറയുകയും പിന്നീട് എക്സിറ്റ് പോളിൽ ഈ തരത്തിൽ റിപ്പോർട്ട് വരികയും ചെയ്യുമ്പോൾ ഈ 281 എന്ന് പറയുന്ന അല്ലെങ്കിൽ 281 മുതൽ 350 വരെ എന്ന് പറയുന്ന ദൈനിക് ഭാസ്കറിൻ്റെ അടക്കമുള്ളവരുടെ സർവേകളും നമ്മൾ കാണേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആക്സിസ് സർവേയുടേതും കൂടി വരട്ടെ. അപ്പോൾ അതുകൊണ്ട്
എൻ്റെ ഒരു പ്രതീക്ഷ 300-നും 325-നും ഇടയിൽ BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷ സഖ്യം വരാനുള്ള സാധ്യത വളരെ വളരെ വലിയ വൻ അട്ടിമറി സംഭവിക്കണം. ഈ വന്ന എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റായിരുന്നു എന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഹാഷ്മി, ഒരുപക്ഷെ പ്രതിപക്ഷ സഖ്യം പോലും ആ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല. അതുതന്നെയാണ് കാണേണ്ടത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ മത്സരിച്ച സമയത്ത് നിങ്ങളുടെ നേതാവ് ആര് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവ്, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയെ തള്ളി പറയുന്നില്ല, പക്ഷേ ആ തരത്തിൽ ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നേതാവ് ഇപ്പോൾ പ്രതിപക്ഷത്തില്ല. ഒരു ഭാഗത്ത് മമതാ ബാനർജി, ഇവിടെ രാഹുൽ ഗാന്ധി, അതുപോലെ ഓരോരുത്തരായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് അഖിലേഷ് യാദവ്, ഇങ്ങനെ പലരുമായിട്ട് നിൽക്കുന്നു. ആർക്കും ആ കോൺഫിഡൻസ് ലെവലില്ല. പാൻ ഇന്ത്യൻ ഇമേജ് ഉള്ള ഒരു നേതാവ് പോലും പ്രതിപക്ഷത്തില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിരിക്കാം, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ആ സ്വീകാര്യത ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ഒരുപക്ഷെ രാജീവ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാൻ ഇന്ത്യൻ ഇമേജ് ഉള്ള നേതാവ് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ കേരളത്തിലെ വോട്ടർമാർക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം നരേന്ദ്രമോദി എന്ന നേതാവ് അധികാരത്തിൽ വരുമെന്നുള്ള ചിന്തയിൽ ജയിക്കുന്നവരുടെ കൂടെ നിൽക്കുക. വിന്നേഴ്സ് ടേക്ക് ഇറ്റ് ഓൾ എന്ന് പറയുന്ന പോലെ ഈ കേരളത്തിലും BJPക്ക് അനുകൂലമായിട്ട് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് വോട്ട് മാറുന്നത് ഈ തരത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നത് BJP ആണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും എന്നുള്ളതായിരുന്നു വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആണെന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ മുരളീധരൻ കേന്ദ്രമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് അധികാരത്തിലെത്തിയാൽ വികസനം കൊണ്ടുവരും. ആ തരത്തിലുള്ള ഒരു ചിന്ത നൽകാനായിട്ട് BJP മാക്സിമം കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 1+1 ഈസ് നോട്ട് 2 എന്ന് നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തല്ലി നിന്നിരുന്ന പാർട്ടികളാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാജിവെക്കുക വരെ ചെയ്തു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അഴിമതി വിരുദ്ധൻ, അഴിമതിക്കെതിരെ പോരാടുന്നവൻ എന്നുള്ളത്. പക്ഷേ അഴിമതിയുടെ കുരുക്കിലിട്ട് BJP അവസാന നിമിഷം അദ്ദേഹത്തെ ജയിലിലടച്ചു. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രതീക്ഷ നൽകിയ നേതാവിൻ്റെ പതനം പോലെ കണ്ടിട്ടുണ്ടാവണം. അതേസമയം നരേന്ദ്രമോദി എന്നുള്ള നേതാവിൽ കൃത്യമായിട്ട് ഊന്നിക്കൊണ്ടാണ് BJP പ്രചരണം നടത്തിയത്. ഒരുപക്ഷെ BJPക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഒരു വേവില്ലെങ്കിൽ കൂടി സംഭവിച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് അതായിരിക്കാം. ഹാഷ്മി, യെസ്, നമ്മൾ ഒരിക്കൽ കൂടി നമ്മളുടെ ദേശീയ ടാലിയിലേക്ക് വന്നാൽ ഇത് പുതിയ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ജൻ കി ബാത്തിൻ്റെയാണ്. 362 മുതൽ 392 വരെ എന്ന ഏറ്റവും ഉയർന്ന ടാലി NDAക്ക് പ്രവചിച്ചത് അവരാണ്. തൊട്ടു പിന്നിൽ 378 സീറ്റുകൾ വരെ BJPക്ക് NDAക്ക് കിട്ടുമെന്ന് ന്യൂസ് നേഷൻ പറയുന്നുണ്ട്. അവിടെ 169 വരെയാണ് ഇന്ത്യ സഖ്യത്തിന് പറയുന്നത്. അതിന് തൊട്ട് താഴെ 351 മുതൽ 368 വരെ എന്നത് റിപ്പബ്ലിക് ഭാരതിൻ്റെ ഒരു കണക്ക് വരുന്നുണ്ട്. അവിടെയും 350+ ആണ്. റിപ്പബ്ലിക് ടിവിയും പി മാർക്കും ചേർന്ന് നടത്തിയ എക്സിറ്റ് പോളിൽ 359 NDAക്ക്, 354 ഇന്ത്യ സഖ്യത്തിന്. ഇതിൽ ദൈനിക് ഭാസ്കർ അവരാണ് BJPക്ക് NDAക്ക് 281 മുതൽ 350 എന്നൊരു വലിയ വൈഡ് റേഞ്ചിൽ അവരുടെ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡൈനാമിക്സ് 371 എന്ന ആ ഒരു കണക്കിലേക്ക്, ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് 125 ആണ് ഇന്ത്യ സഖ്യത്തിന് പറയുന്നത്. അങ്ങനെ ഇതുവരെ വന്ന കണക്കുകളിലൊക്കെ 350 മുകളിലാണ് ഒരെണ്ണം ഒഴികെ എല്ലാം NDA സഖ്യത്തിൻ്റെ സീറ്റ് പ്രവചിക്കുന്നത്. അവിടെ ഇന്ത്യ സഖ്യം ഏതെങ്കിലും തരത്തിലൊരു വലിയ വെല്ലുവിളി അവിടെ ഉയർത്തുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള കണക്ക്. നമ്മൾ കുറച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ത്യ ടുഡേ, മൈ ഇന്ത്യ ആക്സസ്, പ്രദീപ് ഗുപ്തയുടെ ആ കണക്കിന് വേണ്ടി തന്നെയാണ്. 543-ൽ 241 ഫല സൂചനകളാണ്, എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് അവർ നടത്തുന്നത്. അവിടെ 153 മുതൽ 168 വരെയാണ് ഇതിനോടകം NDAക്ക് പറയുന്നത്. 70 to 85 അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് നില അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയമായിട്ട്.
അവർ പിന്നെ ഹരിയാനയിലേക്കാണ് പോകുന്നത്. ഹരിയാനയിൽ BJPക്ക് 6 മുതൽ 8 വരെ, കഴിഞ്ഞ തവണ 10 സീറ്റും ഹരിയാനയിൽ നേടിയതാണ്, ഇത്തവണ 6 മുതൽ 8 സീറ്റ്. വലിയ നഷ്ടം അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ BJPയുടെ സീറ്റ് നില 5ലേക്കൊക്കെ കുറയുമെന്നൊക്കെ നേരത്തെ ചില വിശകലനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കാര്യമായ നഷ്ടം ഉണ്ടാകുന്നില്ല. 48% വോട്ട് ഹരിയാനയിൽ ഇപ്പോഴും BJPക്കുണ്ട് എന്നാണ് ഇവിടെ മൈ ഇന്ത്യ ആക്സസ് പറയുന്നത്. അപ്പോൾ BJPയുടെ ഇവിടുത്തെ NDAയുടെ സീറ്റ് നില 159 to 176ലേക്ക് ഉയർന്നിട്ടുണ്ട്. 251 543-ൽ 251 എക്സിറ്റ് പോൾ ഫലസൂചന വന്നപ്പോൾ 176 എന്ന നിലയിലേക്ക് NDAയുടെ സീറ്റ് നില മാറുന്നു. 72 to 89 72 മുതൽ 89 വരെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്ക് പറയുന്നത്. അത് ഓരോ സംസ്ഥാനത്തൂടെ കടന്നാണ് മൈ ഇന്ത്യ ആക്സസിന്റെ സർവേ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് പകുതിയോളം വന്നിട്ടുണ്ട്. 251 ആയിട്ടുള്ളൂ. ഇനിയും പകുതിയിൽ കൂടുതൽ കിടക്കുന്നുണ്ട്. അപ്പോൾ 189 മുതൽ 176 വരെ എന്ന നിലയിലേക്ക് അവിടെ ഇന്ത്യയുടെ ടാലി മാറിയിട്ടുണ്ട്. ഇവിടെ മറ്റു ചില സർവേകൾ TV9 ഭാരതവർഷ് അവർ 140 ഫലസൂചന, 275-ൽ 140 NDAക്ക് പ്രവചിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പല ഏജൻസികളും ഇപ്പോൾ ഓരോ പല സൂചനകളും സംസ്ഥാനങ്ങൾ പരിശോധിച്ചതിന് ശേഷം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 158 275-ൽ NDA, ഇന്ത്യ സഖ്യം 100 എന്ന നിലയിൽ 543-ൽ 275 കണക്ക് TV9 ഭാരതവർഷ് അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ പുതിയ നാഷണൽ ടാലി ഇതിനോടകം വന്നതൊക്കെ 281 ഏറ്റവും കുറവ്, 392 ഏറ്റവും ഉയർന്ന ലിമിറ്റ്. അങ്ങനെയാണ് NDAയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. 200-നടുത്ത് വരെ ഇന്ത്യ സഖ്യത്തിന് സീറ്റ് പ്രവചിക്കുന്നുണ്ട് ചില സർവേകൾ. എന്തായാലും ഒരു 350 എന്ന നിലയിലേക്ക് NDAയുടെ മുന്നേറ്റം ഉണ്ടാകുമെന്നതാണ് ഇതുവരെ വന്ന ഒരു ആവറേജ് നമ്മൾ കണക്കിലെടുത്താൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2019 നില NDA തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ കുറച്ച് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. NDA 22, ഇന്ത്യ സഖ്യം 25. മഹാരാഷ്ട്രയാണ് ഇതിന് വരെ വന്നതിൽ BJPക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അവിടെ BJP തനിയെ 18 സീറ്റ് നേടുന്നുണ്ട്. അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല. ശിവസേന ഷിൻഡെ അവർക്ക് നേട്ടമുണ്ട്. പക്ഷേ NCPക്ക് അവിടെ സീറ്റില്ല എന്ന് പറയുന്നു. അതുപോലെ ശിവസേന ഉദ്ധവ് അവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യത്തിന് കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു കണക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. 251, അതിൽ 159 മുതൽ 176 വരെ NDA സഖ്യത്തിന് ഇപ്പോഴും പറയുന്നുണ്ട്. ഇന്ത്യ ടുഡേ മൈ ആക്സസ് അതാണ് ഇതുവരെ വന്നതിൽ ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു കണക്ക്. ഹരിയാന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 6 മുതൽ 8 വരെ എന്ന നിലയിൽ ഇപ്പോഴും BJPക്ക് അവിടെ സീറ്റ് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നാണ് രാജീവ് സർദേശായും പ്രദീപ് ഗുപ്തയും പറയുന്നത്. ഹരിയാനയിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞു. പക്ഷേ ഇതുവരെ വന്ന സർവേകളൊന്നും അവിടെ ഹരിയാനയിൽ BJP തകർന്നു പോകുന്നു എന്ന നിലയിലേക്ക് ഹരിയാനയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിന് കുറച്ച് അല്ലെങ്കിൽ കൂടി മഹാരാഷ്ട്രയിൽ യോഗേന്ദ്ര യാദവ് പ്രെഡിക്റ്റ് ചെയ്ത ക്ഷീണം എന്തായാലും ഇന്ത്യക്ക് ഉണ്ടാവുന്നില്ല. യോഗേന്ദ്ര യാദവും അല്ലെങ്കിൽ ആ പക്ഷത്തിൽ സഫോളജിസ്റ്റുകളും പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നില്ല, മധ്യപ്രദേശിൽ ഉണ്ടാവുന്നില്ല, UP-യിൽ ഉണ്ടാവുന്നില്ല, ബീഹാറിൽ ഉണ്ടാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തക്ക രീതിയിലോ അല്ലെങ്കിൽ 2019 സമാനമായ അവസ്ഥയിൽ നിന്ന് ആ കണക്കിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാനോ കാതലായ ഒരു വീഴ്ച ഉണ്ടാവാനോ മാത്രം വോട്ട് ഷെയറുകൾ അല്ലെങ്കിൽ സീറ്റ് ഷെയറുകൾ നഷ്ടമാവുന്നില്ല BJPക്ക്. എവിടെയും NDAക്ക് എവിടെയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളും എന്ന് പറഞ്ഞാൽ 392 പറയുന്ന ജൻ കി ബാത്ത് മുതൽ 372 പറയുന്ന ഡി ഡൈനാമിക്സ് മുതൽ 352 പറയുന്ന മാട്രിക്സ് മുതൽ ആക്സിസ് മൈ ഇന്ത്യയുടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ സർവേകളും ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ 543-ൽ 251 സൂചനകൾ വരുമ്പോൾ 189 മുതൽ 176 വരെ NDA ആണ്, 72 മുതൽ 89 വരെ NDA ആണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് NDA 150-ലേക്ക് ഒതുങ്ങും, BJP 150-ലേക്ക് ഒതുങ്ങും, NDA കേവലം കിട്ടില്ല എന്നുള്ളതായിരുന്നു. മമതാ ബാനർജി BJPക്ക് 200 പറഞ്ഞത്, ശരത് പവാർ 200 പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെയും ആ പക്ഷത്ത് നിന്ന് രാഷ്ട്രീയ വിശകലനങ്ങളെയും ഒക്കെ അസ്ഥാനത്താക്കി, അല്ലെങ്കിൽ അതൊക്കെ വലിയ കഥയില്ലാത്ത കാര്യമില്ലാത്ത ഒരു പ്രൊഡിക്ഷൻസ് ആയിരുന്നു പറയുന്നു ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇത് പ്രവചനങ്ങൾ, ഇത് സൂചനകൾ മാത്രമാണ്. സൂചനകൾ തെറ്റിയ ചരിത്രമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും എത്രത്തോളം
ഒരു വ്യത്യാസം തെറ്റിപ്പോകുമെന്ന കാര്യം സംശയമാണ്. കാര്യം 379 ഒരു ഒട്ടുമിക്ക എല്ലാ പുറത്തു വന്ന പോളുകളും 350+ NDAക്ക് പ്രവചിക്കുമ്പോൾ അതുകൊണ്ട് എല്ലാ ഒരു ട്രെൻഡ് എന്താണെന്ന് ഏതാണ്ട് വ്യക്തമാണ്. കേരളത്തിലെ കൂടി അതിപ്രധാനമാണ്. കേരളത്തിൽ ഇക്കുറി BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു ഒട്ടുമിക്ക എല്ലാ സർവേകളും. 0 എന്ന് പറയുന്ന ഒരു ഫാക്ടർ എവിടെയും പറയുന്നില്ല. UDFന് തരംഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ UDFന് കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന സ്വപ്നസമാന സീറ്റിലേക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. LDF സംപൂജ്യരാകുമെന്ന് പറയുന്ന സർവേയുണ്ട്. ABP സർവേയിൽ LDFന് 0. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.